ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഹെൽത്ത് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ ഒരു മട്ടൻ കറി കാണിച്ചായിരുന്നു. കുറേ പേര് എനിക്ക് കമന്റ് ഇട്ട് അതിൻ്റെ കറക്റ്റ് അളവ് പറഞ്ഞിട്ടൊരു വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അവർക്കൊക്കെ കമന്റിൽ തന്നെ അതിൻ്റെ അളവ് പറഞ്ഞു കൊടുത്തിരുന്നു. എങ്കിലും ഇപ്പോഴും പലരും എനിക്ക് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ആ കറി മാത്രമായിട്ട് ഒന്ന് കാണിച്ച് അതിന്റെ കറക്റ്റ് അളവ് പറഞ്ഞിട്ട് ഒന്ന് വീഡിയോ ചെയ്യണേന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. 2 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 4 സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ചതച്ചത്. പുതിനയില കുറച്ച് മതിയേ. അപ്പൊ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. സവാള വഴറ്റാൻ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പൊ സവാള നന്നായിട്ട് വേണ്ടു. ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, ചതച്ച് വെച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയിലയും ഇട്ട് അതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇനി ഇച്ചിരി കുരുമുളക് അത് നമ്മൾ ചേർക്കും. അപ്പോൾ എരി കൂടാതിരിക്കാനാണ് ഇത്രയും ആക്കിയത്. ഇത് സാമാന്യം എരിയുള്ള മുളക്, തീരെ എരി ഇല്ലാത്തതുമല്ല, ഒത്തിരി എരിയില്ല. പിന്നെ പച്ചമുളകൊക്കെ എരി, അതുകൊണ്ട് പച്ചമുളകൊക്കെ ഇടാനും നോക്കി. ഇപ്പൊ മസാലയൊക്കെ നന്നായിട്ട് മൂർത്തു. അതിനെ ഇനി മാറ്റുവാണേ. നമ്മൾ ഇങ്ങനെ തന്നെ ആയിരുന്നു തോന്നുന്നു താറാവിനെയും ചെയ്തേ. സെയിം. അതിങ്ങനെ ചെയ്ത എന്റെ മറ്റേന്റെ വെള്ളം പറ്റണ്ടായ ഇതിന്റെ ഇച്ചിരി മസാല ഇതിൽ പറ്റിയിരിക്കും. അതും കൂടെ ഇറച്ചിയിൽ അങ്ങ് പിടിക്കുകയും ചെയ്യും. വെള്ളം എല്ലാം ഇറങ്ങുമ്പം അതും കൂടെ പിടിക്കുമ്പോ ഒരു ടേസ്റ്റ് വരും. അപ്പൊ നമ്മൾ ആടിനെ അങ്ങോട്ട് ഇട്ടു. അതിനെയും ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് വഴട്ടുവാണേ, അതിന്റെ വെള്ളം പറ്റാനായിട്ട്. ഇപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ. ഒരു ഇച്ചിരി ഗരം മസാല ഞാനിപ്പോൾ ചേർക്കുക, പിന്നെ ചേർക്കണം. ഒരു ഇച്ചിരി മസാല ഇതെല്ലാം പിടിക്കാനും വേണ്ടി ഇനിയും പിന്നെ ചേർക്കണം. ഇത് ഈ അരപ്പ് ചേർക്കുമ്പോൾ ഇച്ചിരി കൂടെ ചേർക്കണം. അപ്പൊ നമ്മൾ ഈ ആടിനെ ഇട്ടിട്ട് കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണ്ട. ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചിട്ടേരെ. വെള്ളം അതിൽ നിന്ന് വേണ്ട, വെള്ളം ഇറങ്ങുന്നുണ്ടോ? അപ്പൊ അത് വറ്റി നമ്മൾ മാറ്റി വെച്ചിരുന്ന മസാല അങ്ങോട്ട് ഇട്ട് കൊടുത്തു. മറ്റേ വെളുകൊള്ളാന്നിരിക്കും. ഇതിപ്പം ആ ഇച്ചിരി മസാല ഇതിലൊക്കെ പറ്റിയിരുന്ന ഇറച്ചിക്ക് ഒരു നിറം അല്ലേ? മസാല എല്ലായിടും ചെല്ലാൻ ഇളക്കുവാണ് ഞാൻ. മസാല നല്ല മൂത്ത മസാലയാണ്. എല്ലായിടും ഒന്ന് ആയിക്കോട്ടെന്ന് വിചാരിച്ചാൽ പിന്നെ വെള്ളം ഒഴിക്കാൻ പോവുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ മസാല ഇവിടെ ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. സ്റ്റവിൽ വെച്ചാണെങ്കിൽ ഞാൻ ഇച്ചിരി പക്ഷേ ഇളം ചൂടുവെള്ളം ഒഴിക്കുന്നേ നല്ലത്. പച്ചച്ചവ കാണത്തില്ല. അതാണ്. അത് തന്നെ ഈ ഇറച്ചി കല്ലിക്കത്തില്ല. ഇപ്പൊ അടുപ്പേലായോണ്ട് വലിയ കുഴപ്പമില്ല. നല്ല തീ ഇങ്ങനെ കിടക്കല്ലേ. ഒരു ഇച്ചിരി വെള്ളം കൊണ്ട് ഒഴിക്കാൻ നിഴക്ക വെച്ചിരിക്കുക. ഞാൻ ഇനി അടയ്ക്കുക. ഇച്ചിരി ഗരം മസാല ചേർക്കണം. ഇപ്പൊ ഇത് ഇച്ചിരി വേവും വേണം. അതിനനുസരിച്ച് നമുക്ക് ഗ്രേവി ചേർക്കണേ. ഇതിപ്പോ അടുപ്പിലാണ് വെക്കുന്നത്. നല്ല ചൂടും ഉണ്ട് അടുപ്പിന്. 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട്. ഞാൻ ഒരു ശകയെല്ലാം കായപ്പൊടി ചേർക്കുന്നുണ്ട്. എല്ലാരും ഒന്നും എല്ലാരും ചേർക്കത്തില്ല. എല്ലാരും ചേർക്കത്തില്ല. ഞാനൊരു ശകയെല്ലാം കായപ്പൊടി ചേർക്കും. ഞാനിവിടെ അടച്ചു വെക്കുക. ഇരുന്ന് പെതുക്കെ ഇരുന്ന് ചെറിയ തീയിൽ വേകണം. അപ്പം കഷ്ണത്തേലെല്ലാം മസാലയും പിടിക്കും, ഇറച്ചിയും വേകും. അപ്പൊ അതിനൊരു ടേസ്റ്റ് പ്രത്യേകം വരും. പിന്നെ ഇത്രയും ചെറിയ ചൂട് തീ കനലുള്ളതുകൊണ്ട് ചെറിയ തീയിൽ കിടന്നാൽ മതി, വേഗം. അപ്പൊ ആ തീയിൽ കിടന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ആട് കറി നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അന്യായ ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ടേസ്റ്റ് ഉള്ള ആടിന്റെ കറി എന്ന് കഴിച്ചത്. ഈ സെയിം റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നല്ല ടേസ്റ്റ് ആണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തു, അതുകൊണ്ട് മാത്രമാണ് ഞാനിതൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കി ഇട്ടത്. അപ്പൊ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.